നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതി നാളെ കേസ് ഫയൽ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് കാലിൽ ഇങ്ങനെ നീര് വരാറുണ്ട്, ശ്വാസം മുട്ടും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എനിക്കത് സർജറിയിൽ ഒരു കൈയബദ്ധം പറ്റിയതാണ്, പിന്നെ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, നടപടി ഉണ്ടാകുമെന്ന്. അത് വെറും വാഗ്ദാനം മാത്രമാണ്, ന്യായീകരണം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ ജീവിതം ഒന്നടങ്കം പടുകുഴിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൈവിട്ട അവസ്ഥയിലാണ് എന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യ പറയുന്നത്. സർക്കാർ ആശുപത്രിയെ വിശ്വസിച്ച് തൻ്റെ ചികിത്സ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ജീവിതം തന്നെ വേദന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് അതിദയനീയമായി പറയുകയാണ് ആ സ്ത്രീ. ഒരപകടം സംഭവിക്കുന്നത് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ഇതൊരു അശ്രദ്ധയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ അശ്രദ്ധ ശരിയാണ്, അങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും കൃത്യമായൊരു നടപടി പോലും ഇല്ല. ഇന്നും ആ ഡോക്ടർ അതേ ആശുപത്രികളിൽ ചികിത്സ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ വേദന തിന്നുന്ന ഈ ഒരു യുവതിയുടെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. എന്തായാലും സുമയ്യ ഇന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് ഇക്കാര്യം. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതി നാളെ കേസ് ഫയൽ ചെയ്യും. ഇടപെടൽ നടത്തിയിരിക്കും. അപ്പോ അതില് സംഭവം എടുക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അവസാനം ശ്രമിച്ചിട്ട് നടന്നില്ല. കാരണം ഗൈഡ് വയറിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മുടെ വെയിനോട് ചേർന്ന് അത് ഒട്ടി ഇതായിട്ടുണ്ട്. ഇനി അത് സർജറി, ഓപ്പൺ സർജറി, അത് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോകും. ഒരിക്കലും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ലെന്ന് അവസാനം ഡോക്ടർമാർ പറഞ്ഞിവിടെയാണ് നമ്മൾ ചെയ്തത്. അതാണ് ഈ 3 മാസം ഗ്യാപ്പ് കഴിഞ്ഞ 2 മാസം. അപ്പൊ അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും ആരും യാതൊരു ഇടപെടൽ ആരോഗ്യവകുപ്പും. കഴിഞ്ഞ 1 മാസം മുമ്പാണ് റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടിയത്. കാരണം 3 മാസം മുമ്പ് സർജറി കഴിഞ്ഞ് ഗൈഡ് വയർ എടുക്കാനുള്ള ശ്രമം നടത്തിയ സമയം നമ്മൾ പറഞ്ഞു പൂർണ്ണമായ ഒരു റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഉണ്ടാവണമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം അപേക്ഷ കൊടുക്കുകയും ചെയ്തു. കൊടുത്ത് 3 മാസത്തിന് ശേഷമാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ 1 മാസം മുമ്പാണ് റിപ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിയമപരമായിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നഷ്ടപരിഹാരം കിട്ടുക എന്നതാണ്. ഈ നഷ്ടപരിഹാരം എത്ര രൂപയാണ് ചോദിക്കുന്നത്? 1 കോടി രൂപ അടുത്ത് നഷ്ടപരിഹാരം ചോദിക്കുന്നതായിട്ടാണ് വിവരം ലഭിച്ചത്. അങ്ങനെയാണോ? അതെ. ഇത് നിലവിൽ സുമയ ഇനി ലൈഫിൽ, അതായത് ഇനി എടുക്കാൻ സാധിക്കില്ല എന്ന് മെഡിക്കൽ കോളേജ് പറയുകയും ചെയ്തു. അതിൽ 1 കോടി എന്നതല്ല, മറിച്ച് സുമയുടെ ലൈഫ്, ജീവിതം അവസാനം വരെയും സർക്കാരിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതിന്റെ ഒരു തുകയായിരിക്കും വക്കീല്, നിലവിൽ നമ്മുടെ കേസ് വക്കീലാണ് അത് ചെയ്തിട്ടുള്ളത്. സർക്കാർ ജോലിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളുടെ പ്രധാന ആവശ്യം സർക്കാർ ജോലി, സർക്കാർ ജോലിയാണ്. നഷ്ടപരിഹാരവും സർക്കാർ ജോലി അത് ഉറപ്പായിട്ടുണ്ടാവും. സർക്കാർ എന്താണ് തീരുമാനം എടുക്കുന്നത് അറിയണമല്ലോ. അതിനുവേണ്ടിയാണ് എങ്ങനെയാണ് നിയമപരമായിട്ട് എങ്ങനെയാണ് നേരിടുന്നത്? കോടതിയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? സർക്കാർ ജോലിയും വേണം, പിന്നെ നഷ്ടപരിഹാരവും വേണം. അതിനുള്ള എനിക്ക് ഈ വക്കീലിന്റെ തീരുമാനം അനുസരിച്ചാണോ നഷ്ടപരിഹാരം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തുക മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? തുകയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സുമയുടെ ജീവിത അവസാനം വരെ ഈ ഗൈഡ് വയർ എടുക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അതുവരെ എന്തായാലും ഈ പറഞ്ഞ 1 കോടിയൊന്നും ആയിരിക്കുന്നില്ല. സുമയ ഇപ്പോൾ 26 വയസ്സായതേ ഉള്ളൂ. ജീവിതകാലം വരെ ഈ പറഞ്ഞ 1 കോടിയിലൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധിക്കില്ല. കാരണം ജോലി കൊടുക്കുമ്പോൾ 1 കോടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ നിലവില്? ഇപ്പോഴും
ഇടയ്ക്കിടയ്ക്ക് കാലിൽ ഇങ്ങനെ നീര് വരാറുണ്ട്, ശ്വാസം മുട്ടും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി പിന്നീട് ബന്ധപ്പെടുകയും റിപ്പോർട്ടിന്റെ ശേഷം ആദ്യഘട്ടത്തിലൊക്കെ ഒരു സമവായ ചർച്ചയൊക്കെ ഉണ്ടായതാണ്. പിന്നീട് ബന്ധപ്പെട്ടിട്ടുണ്ട് മന്ത്രി? ഇല്ല, അതിനുശേഷം എന്നെ ഇതുവരെയ്ക്കും വന്ന് വിളിക്കുകയോ വന്ന് സന്ദർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആരോഗ്യം ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. എന്നാലും എനിക്ക് സംഭവിച്ച വീഴ്ച അവരായിട്ട് ഞാനായിട്ട് അത് ചെയ്തതല്ല, ഡോക്ടറിന്റെ കൈപ്പിഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സർക്കാർ തന്നെയാണ് അതിന് ഉള്ള ഒരു ഇത് തരയും വേണം. ഡോക്ടർ എനിക്കത് സർജറിയിൽ ഒരു കൈബദ്ധം പറ്റിയതാണ്, പിന്നെ നിങ്ങളെ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടിക്കൊരുങ്ങുകയാണ് സുമയ്യ എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ചികിത്സാ പിഴവിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിൽ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങുകയും ആരോഗ്യസ്ഥിതി മോശമാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. സർക്കാർ ജോലിക്കും നഷ്ടപരിഹാരത്തിനും വേണ്ടിയാണ് താൻ മുന്നോട്ട് പോകുന്നത്, താൻ അതിന് അർഹയാണ് എന്നും, എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയൊന്നും എടുക്കാത്തത് കൊണ്ടാണ് താൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് എന്നും സുമയ്യ വ്യക്തമാക്കുന്നു. സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ വഴി പുറത്തെടുക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെട്ടു. ഗൈഡ് വയറിന്റെ ഭാഗങ്ങൾ ഞരമ്പുമായി ഒട്ടിച്ചേർന്ന നിലയിലാണ് ശരീരത്തിൽ നിലവിൽ ഇരിക്കുന്നത്. ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത് കാര്യമായ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഡോക്ടർമാരെങ്കിലും ഈ വിഷയത്തിൽ ആശങ്ക തനിക്കുണ്ട് എന്ന് സുമയ്യയും കുടുംബവും പറയുന്നു. സുമയ്യ പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് സർജറിക്ക് വിധേയമാക്കാൻ വേണ്ടിയാണ് താൻ അവിടെ അഡ്മിറ്റ് ആകുന്നത്. അഡ്മിറ്റായി 5-ാം ദിവസം സർജറി നടന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് താൻ സ്കാനിങ് ചെയ്ത സമയത്ത് ഇത്തരത്തിൽ തന്റെ ശരീരത്തിനകത്ത് നെഞ്ചിനുള്ളിൽ 50 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയർ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇതിനു മുമ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഡോക്ടറോട് വ്യക്തമാക്കിയത്. പക്ഷേ അന്നൊന്നും ഇത്തരത്തിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്കാനിംഗ് റിപ്പോർട്ട് കൂടെ കിട്ടിയതിന് ശേഷം ഡോക്ടർ രാജീവ് കുമാർ തന്റെ കൈയബദ്ധം വ്യക്തമാക്കുകയായിരുന്നു. തനിക്ക് ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് രാജീവ് കുമാർ പിന്നീട് ഡോക്ടർ തന്നെ ശ്രീചിത്രയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഗൈഡ് വയർ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ ഡോക്ടർമാരെ പല പ്രാവശ്യം കാണിക്കാനുള്ള നിർദ്ദേശം നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതായാണ് സൂചന. ഇതിനുശേഷം ആരോഗ്യ വകുപ്പോ ഡോക്ടറോ ഈ ഒരു ഇടപെടലും ഈ വിഷയത്തിൽ വിവാദം കെട്ടടങ്ങിയതിനു ശേഷം നടത്തിയില്ല എന്നുള്ളതാണ് ആ യുവതിയുടെ ഏറ്റവും വലിയ പരാതി. മുഖ്യമന്ത്രി, ആരോഗ്യ വകുപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും, പ്രതിപക്ഷ നേതാവിനടക്കം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം പരാതി നേരിട്ട് കണ്ട് തങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇതിനുശേഷം നിയമസഭയിൽ ഈ കാര്യം ചർച്ച ചെയ്ത് വിഷയമാക്കിയതിനു ശേഷം തന്റെ അവസ്ഥയെക്കുറിച്ചോ തന്റെ നിലവിലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ് സുമയ്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടറിന് വീഴ്ച പറ്റിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും ഇതുവരെ അതിന് യാതൊരു നടപടിയും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഡോക്ടർക്കെതിരെ തനിക്ക് ഏറ്റവും വലിയ വിയോജിപ്പായിട്ടുള്ളത് എന്നും, ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ തീരുമാനം അത് തെറ്റു കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന രീതിയിലാണ് എന്നും സുമയ്യ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും തന്റെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ എടുക്കാൻ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ഡോക്ടർമാർ ശ്രമിച്ചിട്ടും നടന്നില്ല. ഇത് ഇനി ജീവിതകാലം മുഴുവൻ തന്റെ ശരീരത്തിനോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇത് മുഖാന്തരം തനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതം എത്ര കാലം താൻ ജീവിക്കുന്നു അത്രയും കാലത്തെ തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ താൻ 1 കോടിയെങ്കിലും നഷ്ടപരിഹാരമായിട്ട് നൽകണം. മാത്രമല്ല ആരോഗ്യസ്ഥിതി മോശമാവുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു സർക്കാർ ജോലി അതുകൂടെ ഉറപ്പാക്കേണ്ടുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് നിയമ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സുമയ്യ രംഗത്ത് നിൽക്കുന്നത്.